അങ്ങനെ റിസൾട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു വെയിറ്റിംഗ് എന്ന് പറഞ്ഞാല് മുഖ്യമന്ത്രി കസേര ആരെടുക്കും എന്നുള്ളതാണ്. അത് വലിയ ചർച്ച തന്നെയാണ്. അത് മാത്രമല്ല ഇപ്പോ പല പല ഗ്യാരണ്ടികൾ നൽകിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര കൊട്ടിഘോഷിയായിരുന്നു ആഘോഷങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇലക്ഷൻ നടന്നിട്ട് ഇത്രയും ദിവസമായി റിസൾട്ട് വന്നു. റിസൾട്ട് വന്നിട്ട് തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തു. അവിടുത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രിയൊക്കെ ഇന്നലെ പോയി കാണുകയൊക്കെ ഉണ്ടായിരുന്നു. ഇതുവരെ നമ്മുടെ കേരളത്തില് എന്ത് നടന്നു ഇപ്പോഴും തന്നെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഇല്ല, നിലപാടില്ല. KC പക്ഷം ഇപ്പൊ കോൺഗ്രസ് 3 പക്ഷമായല്ലോ. KC പക്ഷം, VD പക്ഷം, RC പക്ഷം. ഈ 3 പക്ഷത്തിന്റെ ഇടയ്ക്ക് ആര് ഇനി മന്ത്രിയാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിഞ്ഞുകൂടാ. അതെ, നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ പലരും പറയും നമ്മൾ ഇന്ന പാർട്ടിയാണ്, നമ്മൾ കമ്മിക്കുട്ടികളാണ്, അല്ലെങ്കിൽ വേറെ പാർട്ടിയാണ് എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞ പേഴ്സണലി പറഞ്ഞാല് ഞാൻ ഒരു പാർട്ടിയിലും ഇല്ലാത്ത ഒരാളാണ്. എന്റെ വ്യക്തമായ നിലപാടാണ് ഞാൻ ഓരോ അഭിപ്രായങ്ങളായിട്ട് പറയുന്നത്. പക്ഷേ ഇത് കാണുമ്പോ കൊള്ളുന്ന കുറെ ഉജാല കുപ്പികളുണ്ട്. ഞാൻ അങ്ങനെ പറയുള്ളൂ, ഉജാല കുപ്പികൾക്ക് നല്ലോണം കൊള്ളും. എന്തെങ്കിലും അനുഭവം ഉണ്ടായോ? അതേപോലെ അനുഭവം എന്താന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. ഞാൻ കഴിഞ്ഞ ദിവസം KSRTC ബസ്സിൽ കയറിയപ്പോ എനിക്കൊരു 15 രൂപ ടിക്കറ്റ് കിട്ടി. അപ്പൊ ഞാൻ അതിനകത്ത് കണ്ടു ഫീമെയിൽ എന്ന്. അപ്പൊ ഞാൻ അതിനെ പറ്റിയൊരു പോസ്റ്റ് ഞാൻ FB-ല് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റിൽ ഞാൻ പറഞ്ഞത് എനിക്ക് ഇതിനോട് താല്പര്യമില്ല. ബിക്കോസ് ഈക്വാലിറ്റി വേണമെന്ന് പറയുന്ന സംസാരത്തിൽ മാത്രം പോരല്ലോ, അത് പ്രവൃത്തിയിലും കാണിക്കണം. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് മാത്രം ഇത്ര എല്ലാ കാര്യത്തിനും മുൻഗണന കൊടുക്കുന്നത്? അതിന്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞത് പലർക്കും അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അതെ, അപ്പൊ അവര് പറയുന്നത് എന്താണ്, പുതിയ ആൾക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോ ഞാൻ കമ്മിക്കുട്ടി ആയതുകൊണ്ട് എനിക്കത് സഹിച്ചിട്ടില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ പലതിനും റിപ്ലൈ കൊടുത്തു. എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാൻ പോയി കഴിഞ്ഞാല് നമുക്ക് പറ്റത്തില്ല. അതെ, ഇപ്പൊ നമ്മൾ ഓരോ ദിവസം ഓരോ കണ്ടന്റ് എടുക്കുകയാണെങ്കിൽ ആ കണ്ടന്റ് എടുക്കുന്നു, അതവിടെ കഴിയുന്നു. അതെ, അങ്ങനെയാണ്. പക്ഷെ ആ പോസ്റ്റ് എനിക്ക് തോന്നുന്നു 2 ലക്ഷത്തി അടുത്ത സംതിങ് ആൾക്കാർ എന്തോ കണ്ടിട്ടുണ്ട്. അതിൽ കണ്ടിരിക്കുന്ന എല്ലാവരും എന്റെ മെക്കിട്ട് കയറുകയാണ്. അതായത് ഞാൻ ഭയങ്കര കമ്മിക്കുട്ടിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ പറയുന്ന രാഷ്ട്രീയം ഇല്ല, ഞാൻ ഈക്വാലിറ്റിയാണ് ചോദിച്ചത്. അല്ല, ഞാൻ ചോദിച്ചതിന്റെ അത് വ്യക്തമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും എന്തിനാണ് ഈ ഒരു കാര്യത്തിൽ മാത്രം പെൺകുട്ടികൾക്ക് ഒരു മുൻഗണന കൊടുക്കുന്നത്. ഇപ്പൊ നേരത്തെ ചേച്ചി ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പല സംസ്ഥാനങ്ങളിലെ സ്ത്രീകളെ പോലെ നമ്മുടെ കേരളത്തിലെ പെൺപിള്ളേരും അത്ര ദുർബലരായിട്ടുള്ള ആൾക്കാരാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. സ്വന്തം കാലിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നവരാണ് അവര്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വയം പ്രഖ്യാപിത ഇൻഡിപെൻഡന്റ് വുമൺ എന്നുള്ള ടാഗ് പൊയ്മുഖമായി പോകും. അതെ, അത് പോയി പോയി. ഇപ്പൊ പല സ്റ്റാറ്റസ് നമ്മൾ കണ്ടാണ് ഐ ഇൻഡിപെൻഡന്റ് വുമൺ. അതെ, ഇൻഡിപെൻഡന്റ് വുമൺ എന്ന് ഇൻഡിപെൻഡന്റ് അർത്ഥം എന്താ? അതെ, സ്വാതന്ത്ര്യം. അപ്പൊ ഞാനൊരു സ്വതന്ത്രയായിട്ടുള്ള ഒരു സ്ത്രീയാണ് എന്ന് നമുക്കും എനിക്കും സ്ത്രീപ്രിയക്കും ഒരുപോലെ, അതുപോലെ മറ്റുള്ള സ്ത്രീകൾക്കും പറയാൻ പറ്റുമെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ജെൻഡർ ഇക്വാലിറ്റീനെ തന്നെ കാറ്റിൽ പറത്തുന്ന ഇതിനെ നമ്മൾ വെൽക്കം ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോഴത്തേക്കും KSRTC ബസ്സിൽ കണ്ടതാണ്, ഞങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്യുന്നു, സ്വീകരിക്കുന്നു. അപ്പൊ ഇത്ര മാത്രം, അതായത് ശരിയാണ്, പുരുഷന്മാർ ഒരു ഭാഗത്ത് പറയുന്നുണ്ട് ഇതാണ് സ്ത്രീകൾക്ക് മുന്നിൽ എന്ത് വെച്ചു കൊടുത്താലും അതവർ കഴിക്കും. അതിന്റെ സൂചന തന്നെയല്ലേ ഇത്? ശരിക്കും പറഞ്ഞ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞ സംഭവം ഇവിടെ പോയി. ഇപ്പൊ ആ ഒരു അതില് ഫീമെയില് മെയില് ട്രാൻസ്ജെൻഡേഴ്സ് അവിടെ പോയി. അത് എവിടെ പോയി? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവരും പുരുഷന്മാരാണെങ്കിലും സ്ത്രീ ശരീരത്തിലേക്ക് അവർ വന്നിട്ടുണ്ട്. അപ്പൊ അത് സ്ത്രീകൾ തന്നെയാണ്. നമുക്ക് ചുറ്റും സ്ത്രീകളായിട്ട് മാന്യമായിട്ട് ജീവിക്കുന്ന ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഇവിടെ ഉണ്ട്. പലരും ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ അവര് വേറൊരു കമ്മ്യൂണിറ്റി ആണ്, അല്ലെങ്കിൽ അവരെ നമ്മളൊരു മനുഷ്യന്മാരായിട്ട് കണക്ക് കൂട്ടാൻ പറ്റത്തില്ല എന്ന രീതിയിൽ വരെ കുറെ കമന്റുകൾ അതിൽ വന്ന ഒരു ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വന്ന ഒരു എന്താ പറയാ സിൻഡ്രോമിൽ ഉണ്ടായ ഒരു പുള്ളിക്കാരനാണ് എനിക്ക് മെസ്സേജ് ഇട്ടേക്കാണ്, നീ ഒരു ട്രാൻസ് അല്ലേ, അതുകൊണ്ടല്ലേ നിനക്ക് KSRTC കയറാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നതും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടില്ല KSRTC കയറാൻ എനിക്ക് പറ്റില്ല എന്നും പറഞ്ഞിട്ടില്ല. ചില ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, ജെൻഡർ എന്ന് പറഞ്ഞാൽ മെയിൽ ഓർ ഫീമെയിൽ. ശരിക്കും പറഞ്ഞാൽ ഒരു കോളം തന്നെ ഫില്ല് ചെയ്യുമ്പോൾ മെയിൽ ഫീമെയിൽ അതേഴ്സ് എന്ന് പറഞ്ഞ് കിടക്കണ്ട. ഈ മറ്റുള്ളവ ഈ ഫോം ഒന്നില്ലെങ്കിൽ ഈ പറയുന്നവര് ഫോം ഫില്ല് ചെയ്യാൻ അറിയത്തില്ല, അല്ലെങ്കിൽ അവർ ഫോം കണ്ടിട്ടില്ല. ഇത് എന്തെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകളായിരിക്കും. പണ്ട് കാലത്ത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെ ട്രാൻസ്ജെൻഡേഴ്സ് വീട്ടിൽ തന്നെ ഒരു കുട്ടി അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമുക്കിടയിൽ തന്നെ, ഇപ്പം എല്ലായിടത്തും അല്ല, നമുക്കിടയിൽ തന്നെ ചില ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ വരെ ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്.
പലയിടത്തും ഉണ്ട്. അവരെ അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും മോശപ്പെട്ടവരല്ല. ഇനി മോശപ്പെട്ടവരാണെങ്കിൽ തന്നെ അവർ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയാണ്. അവർക്ക് ബസ്സിൽ കയറണം. സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ യഥാർത്ഥ സ്ത്രീകൾ അനുഭവിക്കുന്ന അവകാശങ്ങൾ അവർക്കും അനുഭവിക്കാൻ അർഹരാണ്. കാരണം അവർ ഇന്ത്യൻ ഭരണഘടനയിൽ ജീവിക്കുന്നവരാണ്. കാരണം ഇന്ത്യയിലാണ് അവർ ജീവിക്കുന്നത്. ഇന്ത്യയില് എല്ലാവർക്കും അവകാശമുണ്ട്. സംസാരിക്കാൻ അവകാശമുണ്ട്, പ്രതികരിക്കാൻ അവകാശമുണ്ട്, ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. ഇപ്പൊ ഈ ജെൻഡർ ഇക്വാലിറ്റിനെ വരെ ചോദ്യം ചെയ്യാനായിട്ട് എനിക്കും അവകാശമുണ്ട്, ശ്രീപ്രിയയ്ക്കും അവകാശമുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സ് ആയ ഏത് ആളുകൾക്കും വേണമെങ്കിൽ അവകാശമുണ്ട്. അപ്പൊ ഒരു നിലപാട് എടുക്കുമ്പോൾ ആ നിലപാടിനെ ചോദ്യം ചെയ്യപ്പെടുന്നവരെ ഇങ്ങനെ ട്രാൻസ് ആണ്, അല്ലെങ്കിൽ നീ കാണിക്കുന്നത് ശരിയല്ല, നീ കമ്മിക്കുട്ടിയാണെന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ മുഖത്തെ വളച്ചൊടിക്കുന്ന തുല്യം തന്നെയാണ് ഈ കിടന്ന് കാണിക്കുന്നത്. കാരണം ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം ഈ 5 വർഷം, നമ്മൾ 10 വർഷമായിട്ട് CPM ഭരിച്ചുകൊണ്ട സമയത്ത് പ്രതിപക്ഷത്തിന്റെ ഒരു അനക്കം പോലും നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ശബ്ദമില്ലാത്തൊരു പ്രതിപക്ഷമായിരുന്നു. ആ ശബ്ദമില്ലാത്ത പ്രതിപക്ഷം അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് വേണ്ടി തമ്മിലടിയായി. അതാണ്, ശബ്ദമില്ലാത്തവരുടെ കയ്യിൽ ശബ്ദം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ അത് ഉപയോഗിക്കണം അറിയില്ല. അതാണ് ഈ കിടന്ന് കാണിക്കുന്നത്. ഈ കേരളത്തിലും ഇത് തന്നെയാണ് കാണിക്കുക. അപ്പൊ നമ്മൾ എന്തായാലും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴന്മാരല്ലേ, തമിഴന്മാർ അവിടെ നോക്ക്, തമിഴന്മാരാണ് കളിയാക്കുന്ന പ്രബുദ്ധ മലയാളികളോടാണ് ഞാൻ പറയുന്നത്. അവര് മെയ് 10-ാം തീയതി, നമുക്കൊപ്പം തന്നെ മെയ് 4-ാം തീയതി റിസൾട്ട് വന്നിട്ട് TVക്ക് അധികാരത്തിൽ വന്നിട്ട് അവർക്ക് അതായത് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. പക്ഷെ അവർ ഭൂരിപക്ഷം വെക്കാനായിട്ട് സഖ്യകക്ഷികളൊക്കെ കൂട്ടിച്ചേർത്ത് മെയ് 10-ാം തീയതി അധികാരത്തിൽ വന്നു, സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്ന് എന്താ മറ്റൊരു അത് ആരാധനാലയങ്ങൾക്ക് മുന്നിലും അല്ലെങ്കിൽ വിദ്യാലയങ്ങൾക്ക് മുന്നിലും 500 മീറ്റർ മാറിയിട്ട് വേണം ഇനി മദ്യശാലകൾ തുറക്കാനായിട്ട്. അടപ്പിക്കുവാണ്. ആദ്യത്തെ നടപടിയാണ് അവിടെ വന്നേക്കുന്നത്. ഇവിടെയോ, ഇവിടെ എന്താണ്, ഇവിടെ ഹൈക്കമാൻഡ് ഇപ്പൊ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഡൽഹിക്ക് പോകുന്നു, ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാട്ടം തന്നെയാണ്. ഇതിലൊരു തീരുമാനം ഈ അടുത്തെങ്ങാനും എടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പലരും പറയുന്ന പോലെ തന്നെ ഓരോ മാസത്തില് അല്ലെങ്കിൽ ഓരോ വർഷത്തില് ഓരോ മുഖ്യമന്ത്രി ആവട്ടെ അല്ലെ, അല്ലെങ്കിൽ തിങ്കൾ ചൊവ്വ വേറൊരാള്, ബുധൻ വ്യാഴം വേറൊരാള്, വെള്ളി ശനി ഞായറാവധി അങ്ങനെ ആവട്ടെ. 2031 ഒരു മുഖ്യമന്ത്രിനെ കണ്ടിട്ട് ഇരിക്കാൻ പറ്റുമോ? പലതരത്തിലുള്ള ട്രോളുകൾ വരുന്നുണ്ട്. ഞാൻ കുറച്ചു നേരം മുമ്പ് കണ്ടൊരു ട്രോളാണ്. എന്റെ തമിഴ്നാട്ടിലെ ഫ്രണ്ട് വിളിച്ചിട്ട് എന്റെ അടുത്ത് ഞങ്ങൾ വഴക്കായപ്പോ പറഞ്ഞൊരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, എടി പോടി മുഖ്യമന്ത്രി ഇല്ലാത്തവളെ, ഇല്ലാത്തവളെ. അതെ, മുഖ്യമന്ത്രി ഇല്ലാത്തവളെ. കാരണം തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് അടുത്ത നടപടികൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇതുവരെ ആരാണ് മുഖ്യമന്ത്രി എന്ന് പോലും തീരുമാനിച്ചിട്ടില്ല. അതിനിടയ്ക്കാണ് പ്രതിപക്ഷ നേതാവ് ആരാന്ന്, അത് വേറെ കാര്യം. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു കസേര അടി ഉണ്ടാക്കും. പിന്നെ KPCC അധ്യക്ഷൻ ആരാന്ന് അടുത്തടി അവിടെ തുടങ്ങി. അടിയോടടിയാണ്. അടിയോടടിയാണ്. സത്യത്തില് ഇതിനു വേണ്ടിയിട്ടാണ് കോൺഗ്രസിന്റെ ജനങ്ങൾ അധികാരത്തിൽ കയറ്റിയത്. അതെ, എല്ലാവരും സത്യം പറഞ്ഞ ഇപ്പൊ കമ്മ്യൂണിസ്റ്റിനെ മാറ്റി കുത്തിയവർക്ക് നല്ല രീതിയിൽ റിഗ്രറ്റ് അടിക്കുന്നുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. തീർച്ചയായിട്ടും. കാരണം അവര് കുത്തിയത് CPM ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല. CPM ഇനിയും വന്നു കഴിഞ്ഞാൽ അവർ പാഠം പഠിക്കില്ല. അതുകൊണ്ടാണ് മാറ്റി കുത്തിയത്. പക്ഷേ ഇപ്പൊ ആ മാറ്റി കുത്തിയവര് ഒന്ന് തലയിൽ ആലോചിക്കുന്നുണ്ട്, വേണമായിരുന്നു. കാരണം കേരളം ചുവന്നിരുന്നാലും കസേരയ്ക്ക് വേണ്ടി അടി കൂടില്ലായിരുന്നു. അതുപോലെ മറ്റുള്ള മൂന്നാമത്തെ ഘടകകക്ഷികൾ അഭിപ്രായം ആരാനും പോവില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അതങ്ങനെയല്ലേ. ഇപ്പൊ KC വേണുഗോപാൽ ജമാഅത്തെ ഇസ്ലാമി സമസ്തയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ VD സതീശൻ മുസ്ലിം ലീഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി VD സതീശൻ ആയില്ല എന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇപ്പോഴും KCക്ക് ഒരു പക്ഷം MLA-മാർ മാത്രമാണ് KCയുടെ സപ്പോർട്ട്. അതുപോലെ ഹൈക്കമാൻഡിലും KCയുടെ പേര് തന്നെ പറയണേ. മല്ലികാർജുൻ ഖാർഗെക്കും ഈ പൊടിഞ്ഞ പോര് കാരണം മല്ലികാർജുൻ ഖാർഗെക്കും രാഹുൽ ഗാന്ധിക്കും ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. കാരണം അടി വീണ് കഴിഞ്ഞ പണിയാണ്. അതിനിടയ്ക്കാണ് VD സതീശൻ സ്വന്തം തട്ടകമായ പറവൂര് തന്നെ ഒഴിഞ്ഞു തരാം. ഉറപ്പാണ് അവിടെ KC വേണുഗോപാൽ വന്ന് വിജയിക്കില്ല. 8 നില പൊട്ടുന്ന ഉറപ്പായിട്ട് തന്നെയാണ് വെച്ചത്. അപ്പൊ ഒരു പ്ലാൻഡ് ആണ് എല്ലാവരും. വീട്ടിൽ എല്ലാവർക്കും അധികാരമാണ് വേണ്ടത്. അപ്പൊ ഇത്രയും വലിയ അധികാര മോഹികള് ഇനി ഇവർക്ക് മുഖ്യമന്ത്രി ആകാൻ പറ്റിയില്ല. ഒരാൾക്കല്ലേ പറ്റുള്ളൂ. ആകാൻ പറ്റിയില്ലെങ്കിൽ മറ്റുള്ളവര് കിട്ടുന്ന വകുപ്പ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇനി അടി കൂടും. ഇതാണ് കേരളം. നാടകമേ ഉലകം എന്ന് പറഞ്ഞ അവസ്ഥയാണ്. കസേര കളിയാണ്. അതെ. ഇനിയിപ്പം അറിയാം, മെയ് 15-ാം തീയതി മുതൽ എല്ലാ സ്ത്രീകൾക്കും ബസ്സിൽ ഫ്രീ സർവീസ് യാത്ര എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ഉൾപ്പെടുത്തുന്നില്ല. അതിനിടയ്ക്ക് ഈ KSRTC ബസ്സിന്റെ അതോറിറ്റി ഒക്കെ പറയുന്നുണ്ട്, ഇങ്ങനത്തെ കൊടുത്തു കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ഇത് കട്ടപ്പുറത്തിരിക്കുന്നു പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും പ്രൈവറ്റ് ബസ്സിന്റെ തന്നെ ഇപ്പൊ കുത്തി ഒലിച്ച ആൾക്കാർ അങ്ങോട്ടേക്ക് പോകും. പ്രൈവറ്റ് ബസ്സിൽ ആരും ഉണ്ടാവില്ല.
ഇപ്പൊ KSRTC നഷ്ടത്തിലായി പോവുകയും ചെയ്യും, പ്രൈവറ്റ് ബസ് ഉടമ സമരത്തിൽ പോവുകയും ചെയ്യും. എന്തൊക്കെ ഇവിടെ ഉണ്ടാവും പോണെന്ന് ശരിക്കും ആർക്കും പറഞ്ഞാൽ അറിയത്തില്ല. പറയാൻ പോകുന്നത് നമ്മളെ പോലുള്ളവരാണ്. അതെ അതെ. അതിപ്പോ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്കിപ്പോ അത്യാവശ്യം പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ വണ്ടി ഇല്ലാത്ത ആളുകളാണെന്ന് ആലോചിച്ച് നോക്കിയേ, ബസ്സിനെ ആശ്രയിക്കുന്നവർ ആലോചിച്ച് നോക്കിയേ. എല്ലായിടത്തും മെട്രോ എത്താത്തവരുണ്ട്. അപ്പൊ മെട്രോ എത്താത്തവർക്ക് ഈ ബസ് തന്നെയാണ് ശരണം. അതെ, ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ KSRTC ഉണ്ടെങ്കിലും പല ദിക്കുകളിലും പല കോണുകളിലും എത്തില്ലാത്ത പല ബസ്സുകളും ഉണ്ട്. അവരെ ആശ്രയിക്കുന്നത് എന്താണ്? ഇപ്പൊ KSRTC വന്നിറങ്ങിയിട്ട് പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിച്ച് പോകുന്നവരാണ്. പോകുന്നവരുണ്ട്. അതിന് പോലും വകുപ്പില്ലാണ്ടായി പോവുള്ളൂ ഈ അപ്പൊ കണക്കിൽ മൊത്തത്തിൽ പോയി എന്താണെങ്കിലും എന്ത് കണ്ടിട്ടാണ് അതെ. ഇതിപ്പോ ഇവിടെ നടപ്പാക്കാൻ പോണതിന് മുമ്പ് ഇതേ പദ്ധതി കർണാടകയിൽ നടപ്പാക്കാൻ നോക്കിയതാ, നടപ്പായിട്ട് പൊളിഞ്ഞ പാളിസായതാ. അപ്പൊ അതൊക്കെ ഒന്ന് കേരളം കണ്ടു പഠിച്ചാൽ അതെ, നന്ന്. ഇനിയിപ്പോ എന്താ നടക്കാൻ പോകുന്നത് പറഞ്ഞാൽ, ഓക്കെ, ഇത് നിലവിൽ വന്നു, കുറച്ച് നാൾ കഴിയുമ്പോ എല്ലാവർക്കും മനസ്സിലാവും. പയ്യെ പയ്യെ ഓരോ വണ്ടിയായിട്ട് കട്ടപ്പുറത്ത് കയറുന്നു. അപ്പൊ മനസ്സിലാവും വേണ്ടിയിരുന്നില്ല. ഒരു ആവേശത്തിന്റെ പുറത്ത് അതെ, നമുക്കറിയാം, വേണ്ടിയിരുന്നില്ല. പാലക്കാടൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് സ്ഥാനാർത്ഥി വലിയ കാര്യത്തിലാണ് ബസ്സിലൊക്കെ കയറി നിന്നിട്ട് അത് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതെ, നമ്മുടെ രമേശ് പിഷാരടി അല്ലായിരുന്നോ? അപ്പൊ ഇനിയിപ്പോ ഒരു ഉദാഹരണം, ഒരു കാര്യം കൂടി പറയാം. ഈ ബസ്സിൽ 15-ാം തീയതിക്ക് ശേഷം ബസ് കയറാൻ നിൽക്കുന്നവര് ആ പറഞ്ഞ ഓരോ നേതാക്കന്മാരെ വീഡിയോയുടെ ഫൂട്ടേജ് കൂടി ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇനി ചിലപ്പോ തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേട്ടിട്ടാണ് ഞങ്ങൾ വന്നേ എന്ന് കാണിക്കാം. അതെ, അതൊരു പ്രിക്കോഷൻസ് ആയിട്ട് എടുത്തു വെച്ചോ. കാരണം കേറിയിട്ട് ഉണ്ണാൻ ഇരുന്ന് കഴിഞ്ഞിട്ട് ഊണില്ല എന്ന് പറയണേക്കാൾ നല്ലത് ആദ്യമേ തന്നെ ഊണുണ്ടോ എന്ന് ചോദിച്ചിട്ട് കയറിയിരിക്കണതല്ലേ. എന്തായാലും വരുന്ന വഴി നമുക്കറിയാം. അതെ, അറിയാം.